ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ് മറന്നു പോകും ഗൈസ്. അടിപൊളി മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. എന്നെപ്പോലെ മസാല ഫാൻസാണ് നിങ്ങൾ എങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. മസാല ദോശയ്ക്ക് മാവ് ആട്ടുമ്പോൾ നമ്മൾ മാക്സിമം ഒരു 9 മണിക്കൊക്കെ ആട്ടി വെക്കാവും കേട്ടോ. എന്നാൽ തന്നെ നല്ല പുളിക്കാത്ത നല്ല സോഫ്റ്റായ മസാല ദോശ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നല്ല മുരിയിച്ച് നല്ല നമ്മുടെ വീട്ടിലത്തെ നാടൻ നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയ സൂപ്പറാവും കേട്ടോ. അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി നെയ്യാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് ഇടുക, സബോള ഇടുക, അത് നന്നായി വഴറ്റി കൊടുക്കുക, ഇഞ്ചി ഇടുക, ഉഴുന്നിടുക. നമ്മുടെ മറ്റേ തൊണ്ടൽ ഉഴുന്നല്ല, സാദാ ഉഴുന്ന് കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മുരിയെന്ന് പറഞ്ഞെങ്കിൽ അധികം ഗോൾഡൻ കളറൊന്നും ആവണ്ട. നമ്മുടെ ഇഞ്ചി ഒന്ന് വേവുക, ഉഴുന്നിൻ്റെ ഒരു കളർ ജസ്റ്റ് ഒന്ന് മാറുക, അത്രേ വേണ്ടുള്ളൂ. അപ്പം നമ്മൾ ഉരുളൻകിഴങ്ങും സബോളയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ നന്നായി വിസിലടിച്ച് വെച്ചത് ഇതിലേക്ക് അങ്ങോട്ട് കമിഴ്ത്തുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറിവേപ്പില ഇടാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായി തലങ്ങും വിലങ്ങും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ കറിവേപ്പില താളിക്കുമ്പോഴും ഇടും, അതുപോലെ സബോളയ്ക്കും വേവിക്കും. സബോള ഉരുളൻകിഴങ്ങും നമ്മൾ വേവിക്കില്ലേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, അതിലും ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചട്നി താളിക്കണം കേട്ടോ. നമ്മുടെ കുറച്ച് നാളികേരും അതിൻ്റെ അത്ര നമ്മുടെ പുട്ടുകടല ഇടുക, പിന്നെ കുറച്ച് പച്ചമുളക് ഇടുക, പിന്നെ നമ്മുടെ സബോള ഒരു കഷ്ണം ഇടുക, മിക്സിയിൽ നന്നായി അരയ്ക്കുക. അതിലേക്ക് അത് എന്നിട്ടൊരു ബൗളിലേക്ക് ആക്കുക. അതിലേക്ക് നമ്മുടെ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചത് അതിലേക്ക് ഒഴിക്കുക. നമ്മുടെ കട്ട ചട്നി റെഡി. സൂപ്പറാണ് മസാല ദോശയ്ക്ക്. കട്ട ചട്നി ഇല്ലെങ്കിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മുടെ മസാല ദോശ നന്നായി മൊരിയിച്ചത് എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇടണു. പിന്നെ അതിൻ്റെ നടുവിൽ നമ്മുടെ മസാല ദോശയുടെ മസാല ഇടണു. പിന്നെ ഞാൻ കഴിക്കുന്നു. ആയി വാ, എന്താ ടേസ്റ്റ് വെച്ചിട്ടാ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കിക്കോ. നമ്മുടെ കടയിലത്തെക്കാളിലും സൂപ്പറായിട്ടുള്ള മസാല ദോശ നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് വേഗം പറയുന്ന ആളാണ് ഇക്കാട കഴിച്ചിട്ടുള്ള റിസൾട്ട് ഞാൻ ഇതിലിടാം കേട്ടോ. ഇക്കാണെങ്കിൽ പിന്നെ എന്താ പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും. പക്ഷെ ഇക്കാക്കടക്കം ഇത്രയും ഇഷ്ടമാവണമെങ്കിൽ അതിന് നല്ല മസാല ദോശയാവില്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ. മുരിയിച്ച് ഇഷ്ടമുള്ളവർക്ക് മുരിയിച്ചിട്ടും മുരിക്കാതെ ഇഷ്ടമില്ലാത്തവർക്ക് മുരിക്കാതെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. സൂപ്പറാണേ. സൂപ്പറായിട്ടുണ്ട്.